ഇവൾ അമ്പലത്തിലേക്കാ കെട്ടി എഴുന്നള്ളുന്നത്. ഇത് തന്നെ പറ്റിയ അവസരം. ഇതിവളുടെ അന്ത്യയാത്രയാക്കി മാറ്റണം. പറ ഐശ്വര്യ, ഈ വിളി നമുക്ക് പ്രയോജനമുള്ള ഏതോ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞോ. മുമ്പൊക്കെ പറ്റിപ്പോയ അബദ്ധങ്ങൾ പോലെ അല്ല ഇത്. ഇപ്പൊ വിചാരിച്ച അവളുടെ കഥ കഴിക്കാൻ പറ്റും. ഒരു കാര്യം ഒരു പ്രാവശ്യം വിചാരിച്ചാൽ നടക്കണമെന്നൊന്നും ഇല്ല ഐശ്വര്യ. അത് ശരിയാ അങ്കിളെ. അതിന് ചില സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒത്തുവരണം. ഇപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അവള് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കാണാൻ കാത്തിരിക്കുകയല്ലേ ഈ ജഗന്നാഥൻ? പറ, വിശദീകരിച്ച് പറയേ. അവള് പ്രായശ്ചിത്ത പൂജയെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഒത്തിരി നേരമായോ? ഏയ് ഇല്ല, ദേ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ജഗനങ്ങള് വിചാരിച്ച അവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാം. ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ഈ ജഗന്നാഥൻ. അവള് ഏത് അമ്പലത്തിലേക്കാ പോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമോ ഐശ്വര്യക്ക്? അത് മാത്രം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഞാനും എന്റെ പിള്ളേരും കൂടി കണ്ടെത്തിക്കോളാം. ഐശ്വര്യ സന്തോഷത്തോടെ ഇരുന്നോളൂ. എന്നത്തെയും പോലെയല്ല, ഇന്ന് അവളുടെ അന്ത്യം കാണാതെ ജഗന്നാഥൻ അടങ്ങില്ല. അവളുടെ അവസാനം കാണുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. എന്റെ ആജന്മ ശത്രു അവള് തന്നെയാണ്. മോള് പേടിക്കണ്ട കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഈ പനിയൊക്കെ അങ്ങ് താനെ കുറഞ്ഞോളും കേട്ടോ. അമ്മ വെള്ളം ചൂടാക്കി തരാം, അത് കുടിക്കുമ്പോ അതൊക്കെ അങ്ങ് കുറഞ്ഞോളും. എന്റെ പൊന്നു മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം കുറഞ്ഞോളും. മോള് ചെന്ന് കിടന്നോ, വാ. ഇപ്പൊ ഒപ്പിട്ട് വാങ്ങിച്ചതാ. ജപ്തി നോട്ടീസാ. അങ്ങനെ കിടപ്പാടം പോലും കയ്യിന്ന് പോവാ. ഇനി പെരുവഴിയിലോട്ട് ഇറങ്ങാം. എന്തൊരു ദുർവിധി എന്റെ ഈശ്വര. ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും. കണ്ട വീടുകളിലെ എച്ചിപ്പാത്രം കഴുകിയും വീട്ടുവേല ചെയ്തുമൊക്കെയാ ഇത്രയും നാളും ഞാൻ നിന്നെയും നിന്റെ മകളെയും നോക്കിയത്. ഇനി എനിക്ക് വയ്യ. 100,000 അസുഖങ്ങളാ എനിക്കുള്ളത്. കുഞ്ഞിന്റെ പനി കുറയുന്നില്ലല്ലോ അമ്മ. കുഞ്ഞിനെ ഇങ്ങനെ വച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അതിനെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കണ്ടേ? ഒരു പൈസയും കയ്യിലില്ലാതെ എങ്ങനെയാ അമ്മ? നീ ആനന്ദ നിലയത്തിലേക്ക് ചെല്ല്. കുട്ടിക്ക് അസുഖം വന്നാലേ അമ്മയ്ക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, അതിന്റെ അച്ഛനും ഉണ്ട്. നീ ഒന്നും വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞത് ന്യായമാ. അതിനപ്പുറം മറ്റൊരു മാർഗവും ഇല്ല. നീ ചെല്ലാൻ നോക്ക്.
എനിക്ക് വയ്യമ്മേ. അമ്മ എത്ര ചേട്ടാ? 50. ദാ. ശരി, പോ മോളെ. അശ്വതി, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ വീട്ടിൽ വരാൻ എനിക്ക് ആരുടെയും അനുവാദത്തിന് ആവശ്യമുണ്ടോ? എന്നോട് ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഭൂമിയിൽ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാനുള്ള ഒരേ ഒരു ഇടം ഇതല്ലേ? എന്റെ ആദിയുടെ വീട് അല്ല, നമ്മുടെ വീട്. എന്റെ മോളെ, നിന്നോട് ഞാൻ എത്ര പറഞ്ഞതാ, സമയമാവുമ്പോ ഞാൻ തന്നെ. എനിക്കൊന്നും കേക്കണ്ട. സമയമാകുമ്പോ വിളിച്ചോണ്ട് വരും അത്രേ. അങ്ങനെ ഒരു സമയം പ്രതീക്ഷിച്ച് എത്ര കാലമായിട്ട് ഞാൻ കാത്തിരിക്കുക. ഒളിച്ചു നിന്ന് കണ്ടും മറഞ്ഞു നിന്ന് സംസാരിച്ചും എനിക്ക് മടുത്തു. വരാനുള്ളത് എന്തായാലും നേരിടാൻ തയ്യാറായിട്ടാ അശ്വതി വന്നിരിക്കുന്നേ. രണ്ടിലൊന്ന് അറിഞ്ഞേ ഇനി മടക്കമുള്ളൂ. മോളെ, മോളെ പ്ലീസ് ചതിക്കരുത്. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാക്കരുത്. ചതിക്കരുതെന്നോ? രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാക്കരുതെന്നോ? ആരാരെയാ ചതിച്ചത്? ആരുടെ ജീവിതം ഇല്ലാതായി തീർന്നത്? ഞാനിപ്പൊ നിൽക്കുന്ന ഈ അവസ്ഥയുടെ പേരെന്താന്നറിയോ? ഗതികേട്. എന്നെ പോലെ ഗതികെട്ട ഒരു പെണ്ണ് ഈ ലോകത്ത് അധികം കാണില്ല. മോളെ പ്ലീസ്, ഞാൻ. മോളോ? ദാ നിൽക്കുന്നു മോള്, നമ്മുടെ മോള്. ഒന്നെടുത്ത് ലാളിക്ക്, ഞാനൊന്ന് കാണട്ടെ. എന്റെ കുഞ്ഞു മനസ്സൊന്ന് നിറയട്ടെ. മോളേന്ന് വിളിച്ച് ഇവക്കൊരു ഉമ്മ കൊടുക്കാൻ ധൈര്യമുണ്ടോ? അച്ഛാ. അശ്വതി, എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട്. എനിക്കാകെ ഒരു ഭർത്താവേ ഉള്ളൂ. എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ശരീരവും മനസ്സും ആദ്യം പങ്കുവച്ചത് എനിക്കൊപ്പം അല്ലേ? എന്നിട്ട് മറ്റൊരു പെണ്ണിനെ താലി കെട്ടിയിരിക്കുന്നു. അതിന് കുറെ ന്യായീകരണങ്ങളും. അതെ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല. സാധാരണ താലി കെട്ടിയ പെണ്ണ് ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോ താലൊഴിഞ്ഞ് സ്വീകരിക്കുന്നതാണ് അതിന്റെ ഒരു രീതി. അശ്വതി, എനിക്കതിന് വിധിയില്ല. ആചാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അകത്ത് കയറാൻ പോവാ. വേണ്ട. ഇല്ല അശ്വതി, ഞാൻ സമ്മതിക്കില്ല. മുമ്പേന്ന് മാറി നിൽക്ക. അശ്വതി, മോളുടെ കൈയും പിടിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോ തന്നെ ഊഹിക്കാലോ രണ്ടും കൽപ്പിച്ച വന്നെന്ന്. മാറങ്ങോട്ട്. ഹായ്, എന്ത് നല്ല വീടാമ്മ ഇത്. ഇത് മോളുടെ വീട് തന്നെയാ. അകത്തൊക്കെ പോയി എല്ലാം കണ്ടിട്ട് വന്നേ. അശ്വതി, അശ്വതി പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. തൽക്കാലം മോളെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോവോ? എന്നാ കാല് പിടിക്ക്. അശ്വതി, പിടിക്ക്. ഞാൻ ഈ കാലുപിടുത്തം ആസ്വദിക്കുക. എന്നെ കുറെ വിഷമിപ്പിച്ചതല്ലേ? അതിനുള്ള ശിക്ഷയായിട്ടോ പ്രായശ്ചിത്തമായിട്ടോ ഞാനിതിനെ കാണുക. ഓ, ഇത്ര ഉണ്ടായിരുന്നുള്ളല്ലേ ആത്മാർത്ഥത?
നമ്പറായിരുന്നല്ലേ? അമ്മേ, ആരാ കുട്ടി? ആഹാ, കാലിലൊക്കെ തൊട്ട് കഴിഞ്ഞല്ലോ. ആരാ? എനിക്ക് മനസ്സിലായില്ല. ആരാടാ? നമ്മുടെ ഓഫീസിലെ ആരെങ്കിലും ആണോ അതോ നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലോ? ആരായി കുട്ടി? അമ്മ പറഞ്ഞു പറഞ്ഞ് ഏകദേശം അടുത്ത് വന്നു. വസു ആ. ഭക്ഷണം എടുത്തോ? ദേ, ആരും മനസ്സിലായില്ലല്ലോ. എന്റെയും കാല് തൊട്ട് തൊഴുതു. മോളെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. മോളാരാ? ദാ എല്ലാം അറിയുന്ന ആള്. ആദി പറഞ്ഞു കൊടുക്കങ്ങോട്ട്. അല്ല മാം, അത് പിന്നെ അമ്മേ ഇതാണോ അമ്മൂമ്മ? അതെ മോളെ, ഇതാണ് അമ്മൂമ്മ, ഇത് അപ്പൂപ്പൻ. ആരാടാ ഇത്? ഞങ്ങളെ പറ്റിക്കാതെ തുറന്നു പറ. അച്ഛൻ ഹ, പറഞ്ഞു കൊടുക്ക ആദി. എന്താ അമ്മേ? എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ആരാ അമ്മ ഇവരൊക്കെ? എന്നെ മനസ്സിലായില്ലല്ലേ? ആഹാ, പക്ഷേ എനിക്ക് മനസ്സിലായി. ഐശ്വര്യല്ലേ? അരുണേ, നിനക്കറിയോ ഇതാരാന്ന്? അത് അമ്മേ, ഇത് അല്ല അമ്മേ, അത് ഇത് എൻ്റെ ഒരു ഫ്രണ്ടാ. ജസ്റ്റ് ഒരു ഫ്രണ്ട്. നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ വന്നോളാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. ശ്രുതി, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ പോ, ഒക്കെ നമുക്ക് സംസാരിക്കാം. ഹ, ഇതൊക്കെ ഉറക്കെ പരാതി, എല്ലാരും കേക്കട്ടെ. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അനുക്കുട്ടി, വാ പോവാം. വാ. അമൃതേ, ഞാൻ പറയാം. അമൃതേ, വിട്. ശരി, എന്നാൽ ആദ്യമായിട്ട് പറഞ്ഞു. പക്ഷേ എല്ലാ കാര്യങ്ങളും പറയണം. ഞങ്ങളുടെ മുമ്പ് നിങ്ങളെന്താ നാടകം കളിക്കുന്നു? ഒരു പെൺകുട്ടി കയറി വന്ന് ഞങ്ങളുടെ കാല് തൊട്ട് പോകുന്നു. പറയാനുള്ളതൊക്കെ ആദ്യം പറയുമെന്ന് പറയുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പറ. ഞാൻ പറയുന്നത് ഇവളുടെ പേര് അശ്വതി. ആദ്യേട്ടന്റെ ഭാര്യയാ. താലികെട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ആ കുഞ്ഞ് ആദ്യേട്ടന്റെ മകളാ. ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മളെയൊക്കെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കുറെ ദിവസമായി ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന പുകച്ചിലിന്റെ കാരണം ഇതൊക്കെ തന്നെയായിരുന്നു. ആദി, അമൃത പറയുന്ന സത്യമാണോ? സത്യമാണോന്ന്? സത്യമാണോന്ന്? എടാ, ചോദിച്ചു കേട്ടില്ലേ? അമൃത പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്? ആ കുഞ്ഞ് നിന്റെ എവിടെയാണോ എന്ന് സത്യം പറയടാ. അതെ, ഇത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാ. അയ്യോ, എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നേ?
ആ ശ്യാമ കാരണം ഈ കുടുംബത്തിന്റെ മാനം പകുതി പോയിരിക്കുക. ഇപ്പതേ ഇങ്ങനെ കൂടെ ആയപ്പോ പൂർത്തിയായി. മാറങ്ങോട്ട്. അമ്മ, അച്ഛ, അരുണെ, നമുക്ക് എല്ലാവർക്കും കൂടിയേ വല്ല വിഷവും വാങ്ങിച്ചു കഴിച്ച് ജീവൻ ഒടുക്കുന്നതായിരിക്കും നല്ലത്. ദൈവമേ, നമ്മുടെ കുടുംബം തകർന്നു കാണാനിരിക്കുന്നവർക്ക് കൈകൊട്ടിച്ചിരിക്കാൻ ഇതിലും വലിയ കാരണം വേണോ? അതേട്ടാ, പല കാര്യങ്ങളിലും ഏട്ടൻ എനിക്കൊരു മാതൃകയായിരുന്നു. ആദ്യേട്ടന്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഞാൻ ആരാധിച്ചിരുന്ന ആളാ. ഞാൻ തന്നിരുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ ഏട്ടാ. ഏട്ടൻ എങ്ങനെയാ ഈ പാവന്റെ ഏട്ടത്തെ ചതിക്കാൻ മനസ്സ് വന്നേ? ഒരു മിനിറ്റ്. ആ പറഞ്ഞാലൊരു വലിയ തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ മാതൃകാ പുരുഷൻ ചതിച്ചത് എന്നെയാ. ആദ്യം എന്നെയാ സ്നേഹിച്ചത്. ആദ്യം ആ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈ ഞാനാ. നിർത്തടി. സ്നേഹിച്ചൊന്നും പ്രേമിച്ചൊന്നും പറഞ്ഞ് പറ്റിക്കൂടി ഭാര്യയാവാനൊന്നും നോക്കണ്ട. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം. ആദ്യ നിയമപ്രകാരം താലി കെട്ടിയിട്ടുള്ളത് ദേ ഇതാ ഈ അമൃതയാ. അപ്പൊ ഇതോ? ഇതും നിയമപ്രകാരം കെട്ടിയത് തന്നെയാ. ഏതമ്പലത്തിൽ വെച്ച് ഏത് ദിവസം എന്നൊക്കെ ആദ്യോട് ചോദിച്ചാ പറഞ്ഞുതരും. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാനിവിടെ ഉള്ളത് ക്ഷീണമാണെന്ന് തോന്നുന്ന എല്ലാവർക്കും പോവാം. മോളെ വന്നേ. നിക്കടി ഇവിടെ. നീ ഇങ്ങോട്ടേ പോകുന്നേ? മാറങ്ങോട്ട്. എന്താ എന്താ അമൃതേ? എന്താ എന്താ പറ്റിയേ? അവളെവിടെ? ആര്? എന്താ നിനക്ക് പറ്റിയേ? മോളെ അമൃതേ. ആദി, അമ്മേ, എന്താ ഇതാ വരുന്നു. വാതിൽ തുറക്ക്. പെട്ടെന്ന് അടിയിലേക്ക് പോയി അങ്ങോട്ട് വെക്കേ. എന്താ എന്താ ആദി? എന്താ ഇവിടെ ഒരു ശബ്ദം? എന്താ മോളെ? അത് എന്താ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ടെ? മോളുടെ ശബ്ദമാണല്ലോ കേട്ടത്. അമൃത സ്വപ്നം കണ്ട് പേടിച്ച അമ്മേ. അയ്യോ, എന്ത് സ്വപ്നം കണ്ടത്? അമൃതയടത്തേക്ക് വല്ലതും പറ്റുന്നതാണോ അതോ ശ്യാമയ്ക്ക് വല്ലതും പറ്റുന്നതാണോ? അല്ല, ഐശ്വര്യ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ലോറി പാഞ്ഞു വന്ന് എന്തോ കുഴപ്പം പിടിച്ച സ്വപ്നം കണ്ടിട്ട് അത് എന്റെ തലയിലേക്ക് വെക്കുക അല്ലേ? ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ വീട്ടിലെല്ലാവരും എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ശ്യാമ പോയതിന്റെ എന്തെങ്കിലും ടെൻഷനാണോ എടുത്തി? അതൊന്നും വലിയ കാര്യമാക്കണ്ട. സ്വപ്നം കണ്ട് ഞാനും കുറെ നിലവിളിച്ചിട്ടുള്ളതാ, ഇഷ്ടം പോലെ. വാ, അവര് കിടന്നുറങ്ങട്ടെ. പ്രാർത്ഥിച്ചിട്ട് കിടക്കുക കേട്ടോ. ശരി ഏട്ടാ. ശരി. നോക്ക്, അവളിവിടെ വന്നാ അവളെ ഞാൻ കൊല്ലും. നീ കിടന്നുറങ്ങാൻ നോക്ക്.